തീരുമ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാന്ന് പറയില്ലേ, അതേപോലെ ഞാൻ മേടിക്കുന്ന ഒരു നെയിൽ പോളിഷാണ് കേട്ടോ. ഇത് ഷുഗറിൻ്റെ ഒരു നെയിൽ പോളിഷാണ്. ഞാനിങ്ങനെ ആദ്യമൊക്കെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്കിൻ കെയർ കാണിക്കുമല്ലോ, അപ്പോഴൊക്കെ ഇത് പെട്ടെന്ന് ഈ നഖം കാണാം. അങ്ങനെ കുറേ പേര് എന്നോട് ചോദിക്കുന്നൊരു നെയിൽ പോളിഷും കൂടെയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, എന്താ ഇതിൻ്റെ ഷെയ്ഡ്, ഒരു ബ്രൗൺ ആണോ, എന്തോ ഒരു ഷെയ്ഡാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗ്ലോസി ടൈപ്പിലിരുന്ന നെയിൽ പോളിഷാണ് ഇത്. ഷുഗർ പോപ്പിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 14 എന്ന് പറഞ്ഞിട്ടുള്ള ബെറി എന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് ആമസോണിൻ്റെ പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബോഡി വൈസിൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് റോളോൺ ആണ്. ഇതിൻ്റെ ടിപ്പായിട്ട് കണ്ടോ ഇതേപോലെ ഒരു റോളോൺ വരുന്നുണ്ട്. നമ്മൾ അണ്ടർആം റോളോണൊക്കെ യൂസ് ചെയ്യില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ അത് നമ്മളെ സ്കാൽപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും, അതേപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് നമ്മളെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ ഹെയർ ഫോൾ കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ അനഗെയിൻ അതേപോലെ തന്നെ റെഡൻസിലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റാണ് മേടിച്ചിട്ടുള്ളത്. വേറൊരു നല്ലൊരു ഹെയർ ഗ്രോത്ത് സെറം ചോദിക്കുകയാണെങ്കിൽ മിനിമലിസ്റ്റിൻ്റെ ഹെയർ ഗ്രോത്ത് സെറം ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല എഫക്റ്റീവാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കാർമസീൻ്റെ ഒരു അണ്ടർആം റോളോൺ ആണ്. നമ്മുടെ അണ്ടർആംസിലെ ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട്, അതേപോലെ തന്നെ ബാഡ് സ്മെൽ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ഇതിൻ്റെ തന്നെ ഒരു പിങ്കിൽ വരുന്നതുണ്ട് കേട്ടോ. അതായത് ഇതൊരു ക്രീം ഷെയ്ഡല്ലേ, ഒരു സാൻഡൽ ഷെയ്ഡ് പോലെ തന്നെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ പിങ്ക് ബോട്ടിൽ വരുന്നുണ്ട്, അതും നല്ല തന്നെയാണ്. പിങ്ക് ബോട്ടിൽ ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് വന്നപാടെ അണ്ടർആംസിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, അത്ര തന്നെ, അങ്ങനെ വിടുക, അത്ര തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. ഞാൻ അണ്ടർആം റോളോൺ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് എപ്പോഴും തോന്നാറുണ്ട് ഏതാണെങ്കിലും. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു എന്താ പറയുക ജെൽ സൺസ്ക്രീനാണ്. ഇതിൻ്റെ പേര് ഈ ഒരു ജെൽ എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പിടിക്കുമ്പോൾ വേറൊരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ UVA UVB പ്രൊട്ടക്ഷനൊക്കെ തരാനായിട്ട് എപ്പോഴും നമ്മൾ പുറത്തു പോകുന്നതിന് മുൻപായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സെബാമെഡിൻ്റെ ലിപ് ബാമാണ്. ഇത് ടിൻഡഡ് ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു റെഡ് ഷെയ്ഡ് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് ടിൻഡ് വേണ്ട അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ ടിൻഡ് ഇല്ലാത്തതും അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ടിൻഡ് ഉള്ളത് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ടിൻഡ് ഇല്ലാത്തത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ടിൻഡ് ഉള്ളതും കൂടെ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈഡ്രേഷൻ കിട്ടുകയും ചെയ്യും, ലിപ്സിനൊരു ചെറിയ കളറും കിട്ടും. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ബൈ. നമുക്കിനി പുതിയ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ കാണാം.